പ്രേമലാൽ, ഈ കഴിഞ്ഞ 16 മാസത്തിനിടയിൽ പാകിസ്ഥാൻ ഏതാണ്ട് 6ഓളം ഉപഗ്രഹങ്ങൾ അവർ പരീക്ഷിച്ചതായിട്ട്, ബഹിരാകാശത്ത് പരീക്ഷിച്ചതായിട്ട് പറയുന്നുണ്ട്, വിക്ഷേപിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും അവർ ഈ ബഹിരാകാശ രംഗത്ത്, അതായത് ഈ വ്യോമാകാശ നിരീക്ഷണ രംഗത്ത് അവർക്ക് ഇങ്ങനെ വലിയൊരു നേട്ടമൊന്നും ഉള്ളതായിട്ട് നമുക്ക് അറിയില്ല. അവരുടെ ഈ ഉപഗ്രഹങ്ങൾ, 6ഓളം ഉപഗ്രഹങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലാണ് നിരീക്ഷണം നടത്തിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൊണ്ട് പരീക്ഷണം നടത്തുമ്പോൾ അത് അങ്ങനത്തെ ഒരു പരീക്ഷണമൊക്കെ വിജയകരമായിരിക്കുമോ? അത് എന്താണ് അതിനെക്കുറിച്ച് വരുന്ന മറ്റു വാർത്തകൾ? അതിനു മുമ്പ് ISRO അറിയാമല്ലോ, അതെ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അതെ, ഈ പാകിസ്ഥാൻ വിചാരിച്ചിരുന്നെങ്കിൽ ISROയ്ക്കും കൂടി മേളിൽ പോകും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിക്കില്ല. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥാപിക്കപ്പെട്ടത് 1969-ലാണ്. അതെ. പക്ഷേ 1961-ൽ, അതായത് ഏകദേശം അതിനേക്കാൾ 8 വർഷം മുമ്പേ പാകിസ്ഥാനിൽ ഇപ്പോൾ ഇമാതിരി ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ISRO, അതിന്റെ പേര് സ്പേസ് ആൻഡ് അപ്പർ അറ്റ്മോസ്ഫിയർ റിസർച്ച് കമ്മീഷൻ, സുപാർക്കോ. 1961-ലേ പാകിസ്ഥാൻ തുടങ്ങി. ഇന്ത്യക്ക് അതിനു മുമ്പേ ബഹിരാകാശ ഏജൻസി ഉണ്ടെങ്കിലും ISRO എന്ന് പറയുന്ന രീതിയിൽ എല്ലാം കൂടി സംയോജിപ്പിച്ചൊരു സ്ഥാപനം എന്ന രീതിയിൽ ഇന്ത്യ തുടങ്ങിയ 69-ൽ മാത്രമാണ്. അപ്പോൾ അതിന് 8 വർഷം മുമ്പേ പാകിസ്ഥാൻ തുടങ്ങിയിട്ടും പാകിസ്ഥാൻ ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെ മറ്റേ കുറ്റിയെ കെട്ടിയിട്ടിരിക്കുന്ന പശുവിനെ കിടക്കുകയാണെന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ തുമ്പയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചതിനെക്കുറിച്ച് ഇപ്പോഴും നമ്മൾ വളരെ സന്തോഷത്തോടെ സംസാരിക്കുമല്ലോ. നമ്മളെക്കാളും മുമ്പേ റോക്കറ്റ് വിക്ഷേപണം നടത്തിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്നിട്ടും അവർക്കും ഒരിടത്തും എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പാകിസ്ഥാൻ ഇപ്പോൾ കഴിഞ്ഞ 16 മാസം കൊണ്ട് 6 സാറ്റലൈറ്റുകളാണ് ഒരുമാതിരി ഈ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ വിക്ഷേപിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ISROയുടെ കീഴിൽ ഏതാണ്ട് 300ഓളം സാറ്റലൈറ്റുകൾ ഇതുവരെ വിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക്. അതിൽ ഏതാണ്ട് 100ഓളം സാറ്റലൈറ്റുകൾ നമ്മൾ ഈ നിരീക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലായി. അതിൽ നാവിക് എന്നും പറഞ്ഞൊരു സാറ്റലൈറ്റ് ശൃംഖല തന്നെയുണ്ട്. ഏതാണ്ട് 12ഓളം ഉപഗ്രഹങ്ങളാണ് അതിലുള്ളത്. അതിൻ്റെ പൂർണ്ണ ചുമതല ഈ നിരീക്ഷണം നടത്തി, പ്രത്യേകിച്ച് അതിർത്തി മേഖലകൾ നിരീക്ഷിക്കുക, അവിടെ എന്തെങ്കിലും അസ്വാഭാവികമായ ചലനങ്ങളോ സൈനിക മുന്നേറ്റങ്ങളോ ചില ഇൻസ്റ്റലേഷൻസോ, അതായത് എന്തെങ്കിലും സാധനം പുതിയതായിട്ട് അവിടെ സ്ഥാപിക്കലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. അടിസ്ഥാനപരമായി ഈ സാറ്റലൈറ്റുകളെല്ലാം ഉദ്ദേശിക്കുന്നത് കടലിൻ്റെ ജലനിരപ്പ് പരിശോധിക്കുക, കാലാവസ്ഥാ നിരീക്ഷണം നടത്തുക എന്നുള്ള പേരിൽ തന്നെയാണ് എല്ലാ രാജ്യങ്ങളും വിക്ഷേപിക്കുന്നത്. പാകിസ്ഥാനും അങ്ങനെ തന്നെ വിക്ഷേപിക്കും. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ആ നാവിക് എന്ന് പറഞ്ഞ സാറ്റലൈറ്റുകളിൽ ഏതാണ്ട് കുറച്ച് സാറ്റലൈറ്റുകൾക്ക് കേടുപാട് പറ്റി. ഇപ്പോൾ ഏതാണ്ട് 3 മാത്രമേ അത് ഫങ്ഷനിങ് ഉള്ളൂ എന്നും പറയപ്പെടുന്നുണ്ട്. ഈ അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നമുക്ക് നാവിക് സാറ്റലൈറ്റ് ശൃംഖലയിൽ 3 മാത്രം ഫങ്ഷനിങ് ആയിട്ടുള്ളപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞ 16 മാസം കൊണ്ട് 6 സാറ്റലൈറ്റുകൾ ബഹിരാകാശത്ത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ചൈനയുടെ കൂടെ പങ്കാളിത്തത്തിലാണ്. കാര്യം പാകിസ്ഥാന് ഈ ഉപഗ്രഹങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള ആംബിയർ ഇതുവരെ ആയിട്ടില്ല. മനസ്സിലായി. ചൈനയുടെ കൂടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് അവർ ഉപഗ്രഹങ്ങൾ ഇപ്പോഴും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി. ഇനി ഉപഗ്രഹം തയ്യാറാക്കി വിട്ടാൽ അത് മേലിലെത്തിക്കാൻ റോക്കറ്റ് വേണ്ടേ? അതുമില്ല. ഈ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിക്കാൻ പറ്റിയ റോക്കറ്റ് സാങ്കേതിക വിദ്യ പാകിസ്ഥാൻ ഇപ്പോഴും ഇല്ല. അവർ ഈ സാധനം ഉണ്ടാക്കിയാൽ അത് ചൈനയെ ഏൽപ്പിക്കുന്നു. ചൈന വിക്ഷേപിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ചേർത്ത് വെച്ച് വിക്ഷേപിക്കും. നിങ്ങളേതായാലും പോകുന്നല്ലോ, ആ കൂട്ടത്തിൽ ഞങ്ങളെയും കൂടി കൊണ്ടുപോക്കുമെന്നും പറഞ്ഞാൽ പാകിസ്ഥാനെ ഏൽപ്പിച്ചു കൊടുക്കും, അതങ്ങ് കൊണ്ടുപോകും. അങ്ങനെ 16 ഇതുവരെ വിക്ഷേപിച്ചു. അതിൽ കഴിഞ്ഞ ഏപ്രിൽ 2026 PRSC-E03 എന്ന പേരിൽ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായും ഈ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലുള്ള അതിർത്തികൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം സൗത്ത് ഏഷ്യ, അതായത് നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈനയൊക്കെ ഉൾപ്പെടുന്ന ആ മേഖലയിൽ കൃത്യമായി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണിത്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി, അവിടെ സൈനിക സംവിധാനങ്ങൾ, ഇതേപോലെ പുതിയതെന്തെങ്കിലും, ഉദാഹരണത്തിന് എവിടെയെങ്കിലും പുതിയ മിസൈൽ ലോഞ്ചിങ് സിസ്റ്റം ഒക്കെ സ്ഥാപിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും നിർമ്മിതികൾ അവിടെ നടക്കുന്നുണ്ടോ, ഇതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഈ സാറ്റലൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം.
അപ്പോൾ നമ്മൾ പെട്ടെന്ന് കരുതും ഈ ഓപ്പറേഷൻ സിന്ദൂർ ആ സമയത്ത് പാകിസ്ഥാന് വലിയ രീതിയിൽ നാണക്കേടുണ്ടായിരുന്നു. കാരണം ഒരു വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചു. ഇന്ത്യ അടിച്ച അടിക്ക് ഞങ്ങൾ അതേ തൂക്കത്തിൽ തിരിച്ചടി കൊടുത്തു. പക്ഷേ പേരിന് ഒരു ചിത്രം പോലും പാകിസ്ഥാന് ചെയ്തതായിട്ട് തെളിവില്ല. അതിന്റെ കാരണം അവരും ആക്രമണം നടത്തി. പക്ഷെ ആക്രമണത്തിന് ഇവിടെ എന്ത് പ്രത്യാഘാതമുണ്ടെന്ന് ഒപ്പിയെടുക്കാൻ പറ്റിയ സാറ്റലൈറ്റ് സംവിധാനം അവർക്ക്. അവരുടെ സാറ്റലൈറ്റ് കൃത്യമായ പൊസിഷൻ വരുന്ന സമയം കൊണ്ട് നമുക്ക് കൃത്യമായ സമയവും കിട്ടി. എന്തെങ്കിലും അവർ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അവിടുന്ന് നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള സമയവും ഇന്ത്യക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ പാകിസ്ഥാന്റെ അവകാശവാദം വെറും തെളിവില്ലാത്ത അവകാശവാദമായി പോയി. അപ്പോൾ ഇതൊക്കെ അവർക്ക് വലിയ നാണക്കേടുണ്ടായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കരുതും ഈ 16 മാസം കൊണ്ട് 6 സാറ്റലൈറ്റുകൾ ഇട്ടത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പറ്റിയ ആ ഒരു മാണക്കേട് മറയ്ക്കാൻ വേണ്ടി. പക്ഷെ വാസ്തവത്തിൽ അതിന് മുമ്പേ തന്നെ ഇവർ ഈ സാറ്റലൈറ്റ് വിക്ഷേപണം തുടങ്ങിയിരുന്നു. ഒരു 2 എണ്ണം ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ മുമ്പേ തന്നെ അവർ വിക്ഷേപിച്ചിരുന്നു. അപ്പോൾ അതിന്റെ കാരണം ഈ പറയുന്നത് പോലെ അല്ല, ഈ പ്രേമ എൻ്റെ ഒരു സംശയം, ഈ ഉപഗ്രഹങ്ങളൊക്കെ വന്നാലേ ഈ സാറ്റലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. കാര്യം ഈ സാറ്റലൈറ്റ് ചാനലൊക്കെ ഉപഗ്രഹങ്ങളുടെ സംവിധാനത്തോടെയല്ലേ വരത്തുള്ളൂ. അപ്പോൾ അവരുടെ രാജ്യത്ത് ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ 6 ഉപഗ്രഹങ്ങൾ നിക്ഷേപിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് അവർ വേറെ സാറ്റലൈറ്റ് ഈ എല്ലാം ഉണ്ട് കേട്ടാ. കാര്യം ഈ ചൈന എന്ന് പറയുന്ന ചെറിയ പുള്ളിയൊന്നും അല്ല. ചൈനയ്ക്ക് ഏതാണ്ട് 900+1000 സാറ്റലൈറ്റുകൾ ഉണ്ട്. അതില് ഏറിയ പങ്കും അവർ ഈ കൊമേഴ്സ്യൽ പർപ്പസിനുള്ളതാണ്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പല നമ്മുടെ ഇപ്പോൾ ദേശീയതയിൽ ഊന്നി ഘോരഘോരം പ്രസംഗിക്കുന്ന പല ചാനലുകൾ പോലും ചൈനീസ് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായി. ഈ കഴിഞ്ഞ ഇടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിയമം കർക്കശമാക്കിയതോടുകൂടിയാണ് അവര് നമ്മുടെ ഇന്ത്യൻ സാറ്റലൈറ്റിലോട്ട് മാറിയത്. ഇതേ സാഹചര്യം തന്നെയാണ് പാകിസ്ഥാനിൽ. അവിടെയും പ്രവർത്തിക്കുന്ന പല ചാനലുകളും ചൈനീസ് സാറ്റലൈറ്റുകളുടെ സഹായത്തോടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ശരി, പറഞ്ഞോളൂ. അപ്പൊ ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. ഇനി എന്തുകൊണ്ട് ഈ പാകിസ്ഥാൻ ഇത്ര ഈ ബഹിരാകാശ രംഗത്ത് തരിപ്പണമായി പോയി എന്നുള്ളതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ നമുക്കിപ്പോ വിക്രം സാരാഭായ് എന്ന് പറയുന്ന ആളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് ഇവിടെ ഈ പറയുന്ന സാറ്റലൈറ്റ് സംവിധാനം തുടക്കമിട്ടത്. അതിനുശേഷം അതിന്റെ പിൻഗാമിയായിട്ട് അബ്ദുൽ കലാം പോലെയുള്ള ആൾക്കാരൊക്കെ വന്നു. പാകിസ്ഥാനിൽ ഇതേപോലൊരു ചങ്ങാതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇദ്ദേഹം വംശീയമായിട്ട് വേട്ടയാടി അദ്ദേഹത്തിൻ്റെ ആ ഗോത്രത്തിൽപ്പെട്ട അയാളെ ഈ ഒറ്റപ്പെടുത്തി ഒരു ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്താൻ. അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനാണെങ്കിൽ പോലും സാമൂഹിക അംഗീകാരം കിട്ടാതെ അദ്ദേഹം നിരാശനായി പടിയിറങ്ങി എന്നുള്ളതാണ് ഒരു കഥ. രണ്ടാമത്തത്, ഈ പറയുന്ന പാകിസ്ഥാന്റെ ഈ സുപാർക്കോ ഈ ബഹിരാകാശ നിലയത്തിന്റെ ചുമതല കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ISROയുടെ തലപ്പത്തിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാണ്. പക്ഷേ പാകിസ്ഥാനിൽ അത് തലപ്പത്തിരിക്കുന്നത് സൈനിക ഉദ്യോഗസ്ഥരാണ്. അപ്പൊ അവര് ചിന്തിക്കുന്നത് എപ്പോഴും സൈനികമായിട്ടായിരിക്കും, ശാസ്ത്രീയമായിട്ടായിരിക്കില്ല. അതിന്റെ കുഴപ്പം ഈ ഇന്ത്യ പുതിയ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അല്ലെങ്കിൽ സാറ്റലൈറ്റുകളുടെ രംഗത്ത് ആ രീതിയിൽ ചിന്തിച്ചപ്പോൾ പാകിസ്ഥാൻ ഇവര് അതിനുള്ള പ്രാധാന്യം കുറച്ച് കാണുകയും പരമാവധി ആണവായുധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയിലേക്കും കടന്നു. അവർ പുതിയ സാറ്റലൈറ്റുകൾ ഉണ്ടാക്കി വിക്ഷേപിക്കുന്നതിന് പകരം പുതിയ ആണവ ബോംബുകൾ, ആണവായുധങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ അപ്പോൾ ഇതിനൊക്കെ ഒരു പണച്ചെലവുണ്ടല്ലോ. അപ്പോൾ പാകിസ്ഥാൻ സർക്കാരിന് ബഹിരാകാശ രംഗത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള പണം ഇല്ലാതെ ഈ പറയുന്ന പരിപാടികളിലേക്ക് പോയി. ആണവ ബോംബിലേക്കൊക്കെ ആയുധ സമാഹരണത്തിലേക്ക് പോയി. ഈ സാറ്റലൈറ്റുകൾ ഉണ്ടാക്കി വിക്ഷേപിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അന്ന് അവർ ചിന്തിച്ചില്ല. മനസ്സിലായി. അങ്ങനെ ഈ പരിപാടിയിലേക്ക് പോയി. ആണവത്തിന്റെ പേര് പറഞ്ഞാണല്ലോ പേടിപ്പിക്കുന്നത്. അതെ. പിന്നെ ഈ പറയുന്ന അവരുടെ ഈ ബഹിരാകാശ പദ്ധതികളെല്ലാം തന്നെ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷന്റെ കീഴിലാണ് വരിക. അതായത് ഈ ആണവായുധം ഇടണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള സൈനിക സംവിധാനത്തെയാണ് ഈ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷൻ എന്ന് പറയുക. അതിൻ്റെ കീഴിലാണ് വന്നേക്കുന്നത്. നമ്മുടെ രാജ്യത്ത് അത് ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ കീഴിലാണെങ്കിൽ അവിടെ അപ്പോഴും അത് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ മറ്റൊരു വെർഷനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ അവർക്ക് ഇപ്പോഴും എന്തെങ്കിലും ഒരു ഉപഗ്രഹം തയ്യാറാക്കണമെങ്കിൽ പോലും അതിന് പറ്റിയ എഞ്ചിനീയർമാരോ അതിന് പറ്റിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരോ ഇല്ല. അതിൻ്റെയും കാരണം വളരെ രസകരമാണ്. കാര്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മതരാഷ്ട്രമാണ്. അവർ ഈ ശാസ്ത്രത്തെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം പരമാവധി അവരുടെ ഈ കുട്ടിക്കാലം മുതൽ മതപഠനത്തിനൊക്കെയാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ നാട്ടിൽ ക്വാളിറ്റിയുള്ള എഞ്ചിനീയർമാരോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഭാവനാപൂർവ്വം ചിന്തിക്കുന്ന ആൾക്കാരോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതിന് അത്തരം കാര്യങ്ങൾക്ക് കൂടി ചൈനയെ ആശ്രയിക്കേണ്ടി വരുന്നു.
അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താണ് ഈ അവസ്ഥയിൽ വന്നിരിക്കുന്നതെന്ന് കൂടി ഓർക്കണം. ഇനി ചൈനയുടെ സ്വന്തം ബഹിരാകാശ ഏജൻസി ഉണ്ട്, അതിൻ്റെ പേര് CSSNE, ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഇവർക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു മേച്ചിൽപ്പുറമാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ത്യ കൊമേഴ്സ്യലായിട്ട് സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചിട്ട് പണം സമ്പാദിക്കുന്നുണ്ട്, ISROയ്ക്ക് സാമ്പത്തികമായി നേട്ടം കിട്ടുന്നുണ്ട്. അതേപോലെ ഈ ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അവരുടെ ഒരു വിപണിയാണ് വാസ്തവത്തിൽ പാകിസ്ഥാൻ. അവർക്ക് വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന ചുമതല ചൈന ഏറ്റെടുക്കുന്നു. അവർക്ക് ഇപ്പോൾ ഒരു ബഹിരാകാശ സഞ്ചാരിയെ പാകിസ്ഥാൻകാരനെ ചൈന കൊണ്ടുപോകാനായിട്ടൊക്കെ പദ്ധതി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യുപകാരം എന്ന നിലയിൽ ഇത്തരം ആൾക്കാരുടെ പരിശീലന ചുമതലകളൊക്കെ ചൈന ഏറ്റെടുക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി അവരെല്ലാം ചെയ്യും. കാരണം ഇത് അതുകൊണ്ടുള്ള പ്രയോജനം. അതെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ സ്വന്തം നിലയിൽ നിൽക്കണം എന്നുള്ളൊരു ചിന്ത ഇതുവരെ വന്നിട്ടില്ല. ഒരു താങ്ങൽ എന്തിനും ഏതിനും നേരെ ചൈനയിലേക്കാളും നമ്മുടെ ISROയേക്കാളും മുമ്പേ ബഹിരാകാശ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഇന്ത്യയെക്കാളെ 8 വർഷം മുമ്പ് ഈ പരിപാടി തുടങ്ങിയ രാജ്യം ഇന്ന് എവിടെ നിൽക്കുന്നു? മൊത്തം അന്ന് തുടങ്ങി ഇന്ന് വരെ ആകെ 15 സാറ്റലൈറ്റുകളെ പാകിസ്ഥാൻ വിട്ടിട്ടുള്ളൂ. ഇത്രയും വർഷം ആകെ 15 എണ്ണം. അതില് കണക്കുകൾ വാർത്തകൾ ശരിയാണെങ്കിൽ അതിൽ 6 എണ്ണം മാത്രമേ മര്യാദക്ക് വർക്ക് ചെയ്യുന്നുള്ളൂ. ആ 6 എണ്ണത്തിൽ എത്ര എണ്ണം സൈനിക ആവശ്യത്തിന് ഉണ്ട് എന്നുള്ളതും പ്രധാനമാണ്. ഇപ്പൊ പുതിയ കാല യുദ്ധം എന്ന് പറയുന്നത് ആകാശത്തോട് നിരീക്ഷിച്ച് നേർക്കുനേർ മറ്റേ പട്ടാളക്കാർ നേർക്കുനേർന്ന് പോരടിക്കലല്ല. ഇനി മറ്റൊരു രസകരമായ സംഗതി കൂടി പറയാം. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തീവ്രമായിരുന്ന സമയത്ത് അപ്പോൾ പോലും പാകിസ്ഥാന് സ്വന്തമായിട്ടൊരു വിവരങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ പോലും ചൈനയാണ് പാകിസ്ഥാന് സഹായിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ സൈനിക മുന്നേറ്റങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ചൈനീസ് സാറ്റലൈറ്റുകളാണ് പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പോലും പാകിസ്ഥാന് ആ രീതിയിൽ, അതായത് രാജ്യം വലിയ വെല്ലുവിളി നേരിടുമ്പോൾ പോലും അവർക്ക് ഈ രംഗത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇതൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് ഈ സാറ്റലൈറ്റുകൾ, ഈ കുറവുകളൊക്കെ നമുക്കറിയാം എന്ന് ഇവർക്ക് ബോധ്യമുണ്ടോ? അതെ. ലോകത്തിന് അല്ല, ഇതിപ്പോ സാഹചര്യം മാറിയല്ലോ. എത്രയൊക്കെ വേണമെങ്കിലും ഇത് ഗ്രൗണ്ട് റിയാലിറ്റി ഇതാണെന്നുള്ള തിരിച്ചറിവ് വൈകിയാണെങ്കിൽ അവർക്ക് ഉണ്ടായി എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ 16 മാസം കൊണ്ട് 6 സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചും അത്രക്ക് അങ്ങ് പറഞ്ഞ് പരിഹസിച്ച് തള്ളണ്ട, നമ്മുടെ അവസാനത്തെ ചില വിക്ഷേപണങ്ങളൊക്കെ പരാജയപ്പെട്ടു. അപ്പോൾ ഈ പാകിസ്ഥാൻ അവിടെ ഉണർന്നെണീറ്റിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നമുക്കൊരു അല്ല, അത് നമുക്കൊരു മുന്നറിയിപ്പും കൂടിയാണ്. ആ രീതിയിൽ അതൊക്കെ നമ്മൾ മറികടക്കും. യെസ്.